സ്വർണ്ണക്കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് SIT. മൊഴികൾ കേരളത്തിന് പുറത്തുള്ള തട്ടിപ്പ് സംഘം പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അന്വേഷണം നടക്കുന്നതിനിടെ ചെന്നൈക്ക് പുറമെ ബംഗളൂരുവും സന്ദർശിച്ചിട്ടുണ്ട്. ഇതിനുള്ള വിമാന ടിക്കറ്റ് തട്ടിപ്പ് സംഘം എടുത്തു നൽകിയതാണെന്ന് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. ഈ യാത്രയിൽ പോറ്റി ബംഗളൂരുവിൽ എവിടെയൊക്കെ പോയെന്നും ആരെയൊക്കെ കണ്ടുവെന്നുമുള്ള അന്വേഷണത്തിലാണ് SIT. പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ദീപാവലി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടയ്ക്ക് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ പോയത് വിമാനത്തിലും ഒക്കെയാണ്. സ്ഥിര വരുമാനമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ഈ തട്ടിപ്പ് സംഘമാണെന്ന് കരുതുന്നു. അതായത് പിടിക്കപ്പെട്ടാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിന്റെ ഒരു ക്ലാസ് കൂടി ഈ തട്ടിപ്പ് സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു എന്നാണോ മനസ്സിലാക്കുന്നത്? TV പ്രസാദ്. ഹാപ്പി ദീപാവലി അരുൺ. ഗുഡ് മോർണിംഗ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ പരിശീലനം തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമായി കിട്ടിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് അരുൺ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ദേവസ്വം വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യൽ അതങ്ങനെ പ്രത്യേക അന്വേഷണ സംഘമോ പോലീസോ ഒന്നും ചോദ്യം ചെയ്യുന്നത് പോലെയുള്ള ശാസ്ത്രീയ രീതി അവർക്ക് അവലംബിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഉള്ള അധികാരമില്ല. കിട്ടുന്ന മൊഴികൾ വയ്ക്കുക, അത് ഏകദേശം ഒരു രൂപമുണ്ടാക്കി റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ പക്ഷേ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സ്വർണ്ണമോഷണം നടന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നൊരു ഏകദേശ ചിത്രം ആ റിപ്പോർട്ടിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്യുന്നതോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ പിടിക്കപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിമാനയാത്രകളിൽ പലതും അത് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഭാഗമായി കിട്ടിയ പണം ഉപയോഗിച്ചിട്ടാണ് എന്ന വിലയിരുത്തലിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. അത് ആരൊക്കെയാണ്, എങ്ങനെയാണ് ഇത് പൂർണ്ണമായി നടന്നത് എന്നുള്ളതിലേക്കാണ് ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഏതാണ്ടൊരു ചിത്രമായതിനു ശേഷം ഉറപ്പായും ശബരിമലയിലും ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നേരിട്ടെത്തിച്ച് പോറ്റിയെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഘട്ടം അരുൺ, പോറ്റി പിടിയിലായി കഴിഞ്ഞു. അടുത്ത ഘട്ടം മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ എപ്പോഴാണ് നോട്ടീസ് അയച്ച് വിളിപ്പിക്കുക എന്നുള്ളതാണ്. എപ്പോഴായിരിക്കും അവരുടെ അറസ്റ്റ് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാരെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു കൃത്യമായ ചിത്രം വെളിവാവുകയുള്ളൂ. അതേസമയം തന്നെ ദേവസ്വം വിജിലൻസ് രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഡോക്യുമെന്റൽ എവിഡൻസ് എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് സ്വർണം ചെമ്പാക്കി എന്നുള്ളതാണ്. സ്വർണം ചെമ്പാക്കാൻ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ സഹായം വലിയ തോതിൽ ഉണ്ടായി എന്നുള്ളത് ഡോക്യുമെന്റൽ എവിഡൻസ് ആണ്. ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്യുവരും. താങ്ക് യു. ഇപ്പോൾ TV പ്രസാദാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മൾ ഉദ്ദേശിച്ച കക്ഷിയല്ല. പോറ്റിയവർ ഒരുപാട് പേരുണ്ട്. അവർ പലരും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വലിയ തട്ടിപ്പ് സംഘം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്.